ബാക്കിയാണ്. അതേ കണ്ണുനീർത്തുള്ളികളും ഇന്നും ബാക്കിയാണ്. അന്ന് അവൾ യുവതിയായിരുന്നു. അതിനേക്കാൾ കൂടുതൽ ഇന്ന് പ്രാർത്ഥന ഫലിക്കുന്ന കാലമാണ്. കാലം അവളുടെ ശരീരത്തിൽ ഒരുപാട് ചുളിവുകൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പിറ്റേന്ന് രാവിലെ അതേ പായ എടുത്തുകൊണ്ടൊരു ഇറങ്ങലുണ്ട്. നിന്റെ വീട്ടിൽ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നീ അതിനെ വെറും ചെറിയ കാര്യമായി കാണരുത്. ഏതൊരു കണ്ണുനീര് കൊണ്ടാണോ ഇതുണ്ടായത്? ദാ പടിയിറങ്ങി പോകുന്ന പ്രിയപ്പെട്ട മാതാവ്, ആ മാതാവ് പടിയിറങ്ങുമ്പോ പണ്ട് കുലുക്കിയതിനേക്കാൾ വലിയ കുലുക്കം കുലുക്കുന്നുണ്ട് തമ്പുരാൻ. ആകാശത്തിന്റെ തമ്പുരാൻ കുലുക്കും അവന്റെ അർശിനെ. തീരുമാനം വരും ഈ വീട്ടിലേക്ക്. മാരകമായ രോഗമായി, മാരകമായ കടങ്ങളായി, അങ്ങേയറ്റത്തെ വിലാപമായി, തീരാ ദുഃഖത്തിന്റെ നമ്പരങ്ങളായി, അങ്ങേയറ്റത്തെ വേവലാതികളായി നിന്റെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ തീരുമാനം വരും. കാരണം ഈ മാതാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞത് നമ്മളല്ല. ആരാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്? അവര് ഒരു പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചവരാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനോട് ചേർത്ത് പറഞ്ഞവരാണ്. മാതാപിതാക്കൾ, പ്രത്യേകിച്ചും മാതാവ്, പ്രായത്തിനുമേൽ പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവര് നിന്നെ പ്രസവിച്ചത് എന്ന് പറയുമ്പോൾ അവരോട് നീ മാതാപിതാക്കൾ ഒരാളോട് പോലും ഉഫ് എന്നൊരു വാക്ക് പോലും നീ പറയരുത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്. ഇത് ഉഫ് എന്ന വാക്കല്ല പറഞ്ഞിട്ടുള്ളത്. അവരോട് ഒരിക്കലും പ്രയാസത്തിനുമേൽ പ്രയാസമുണ്ട് എന്നുള്ള അവസ്ഥ പോലും നമ്മൾ മറന്നു. പടിയിറക്കുന്ന സമയത്ത് അല്ലാഹു തീരുമാനിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കടങ്ങളും പേമാരികളും ഒരുപാട്, അതേപോലെ തന്നെ ഒരുപാട് ദുഃഖസാന്ദ്രമായ രോഗങ്ങളുമായി അല്ലാഹു നിന്റെ തിരുമുറ്റത്തേക്ക് തീരുമാനങ്ങൾ എത്തിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ആ പ്രിയപ്പെട്ട മാതാവിനോട് മാപ്പ് പറയാൻ നമുക്ക് പറ്റുക. മാതാവേ, നിങ്ങൾ തിരിച്ചു വരില്ലെന്ന് പറയാൻ പറ്റുക. ഈ അർത്ഥത്തിൽ മാതാക്കളെ സ്നേഹിക്കാൻ പറ്റണം. കുടുംബ സംവിധാനത്തിലെ പാലത്തിനും കുടുംബം ഈ കുടുംബ സംവിധാനത്തിലെ ലോകത്തിലെ ഏത് കുടുംബ സംഗമത്തിലും, അത് അറബിയിലാകട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് നാട്ടിലാകട്ടെ, എവിടെയും ഒന്നാം സ്ഥാനം പിന്നെയും ഒന്നാം സ്ഥാനം അത് മാതാവിനാണ്. ആ മാതാവിനെ നമ്പരപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ജീവിതമില്ല. ആ നോവിനെ അനുഭവിക്കാതെ, ആ നോവ് അനുഭവിപ്പിക്കാതെ അവർ ഈ ലോകത്തോട് വിട പറയണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊരു ഗൾഫ് മേഖലയല്ലെങ്കിലും ചില ഗൾഫ് സഹോദരന്മാർ ഇവിടെയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ മാതാവിന് അസുഖം പിടിപെട്ടു എന്ന് കമ്പി വന്നാൽ 15 ദിവസത്തെ ലീവിന് വന്ന ഗൾഫുകാരെല്ലാം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. ICUവിന്റെ മുറ്റത്ത് നിൽക്കുമ്പോ, ICUവിന്റെ ഭാഗത്ത് നിൽക്കുമ്പോ പ്രിയപ്പെട്ട മാതാവ് ഈ ലോകത്തോട് വിട പറയാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോ 14 ദിവസത്തോളം ICUവിന്റെ മുമ്പിൽ ഒരുപാട് സങ്കടപ്പെട്ടു നിന്ന് 15ാമത്തെ ദിവസം അമ്മാവരും എടാപ്പയും മൂത്താപ്പയും വന്നിട്ട് പറയുന്ന വാക്കുണ്ട്, മോനെ നീ പൊയ്ക്കോ എന്ന്. നീ പൊയ്ക്കോ മോനെ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞേക്കും. എന്നാൽ ഓർക്കണം, ഈ പ്രിയപ്പെട്ട മകന് പോകാൻ മനസ്സില്ല. പക്ഷേ ICUവിലേക്ക് കയറി അവസാനമായി മാതാവിനോട് വിട പറഞ്ഞ എത്രയോ ഗൾഫുകാരുണ്ട്. അങ്ങനെ ഗൾഫിലേക്ക് പോവല്ലേ എന്ന് വിലപിക്കുന്ന മാതാവ് മൂക്കിലൂടെ കുഴലിട്ട്, വായിലൂടെ കുഴലിട്ട് കിടക്കുമ്പോഴും കണ്ണുനീര് കൊണ്ട് ആ അക്ഷരങ്ങൾ തീർത്തിട്ടുള്ള മാതാവ് നീ പോകല്ലേ എന്ന് വിലപിക്കുന്നുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ കൈകളെ പിടിച്ചു വെച്ചിട്ടുമുണ്ട്. പക്ഷേ മാതാവിന്റെ കൈകളെ കുതറി മാറ്റിക്കൊണ്ട് ഗൾഫ് നാടുകളിലേക്ക് കേവലം കുടുംബത്തെ പോറ്റാൻ വേണ്ടി 2000 ദിർഹമിന് വേണ്ടി സ്വന്തം മാതാവിന് ICUവിലിട്ട് പോയവരാണ് പ്രിയപ്പെട്ട ഗൾഫ് സഹോദരന്മാർ. എന്നിട്ടും അവിടെ എത്തിയിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ ഫോൺ വരുന്നു, ഉമ്മ മരിച്ചു എന്ന്. തലയിണകളിൽ കവിളുകൾ അമർത്തി പൊട്ടിക്കരഞ്ഞ എത്രയോ മക്കളുണ്ട്. തന്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടി മാതാവിനെ പോലും വല്ലാത്ത അവസ്ഥയിലാക്കിയിട്ട് യാത്ര തിരിച്ച പാവപ്പെട്ട കുടുംബത്തിന്റെ പ്രവാസി ലോകങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. ഇതെല്ലാം മറന്നുകൊണ്ട് ജീവിക്കരുത് നമ്മൾ. മാതാവാണ് പ്രധാനി. പിന്നതായിരിക്കുന്ന ഇവിടെ ചെയർ കുറവായത് കൊണ്ടല്ല, ഇവിടെ കയറിയിരിക്കേണ്ടവരാണ് ഇരിക്കുന്നവരിൽ പല ആളുകളും. പക്ഷെ ഇത് കുടുംബമായതുകൊണ്ട് എല്ലാവരെയും കയറ്റിയിരുത്താൻ ഇവർക്ക് മോഹമുണ്ട്. പക്ഷേ എല്ലാവരെയും കയറ്റിയിരുത്താൻ കഴിയില്ല. അപ്പൊ പിന്നെ സദസ്സിൽ ആളുണ്ടാകില്ല. അവിടെ ഇരിക്കുന്നവരെല്ലാവരും പ്രധാനികളാണ്. വയസ്സന്മാരായ ആളുകൾ അവിടെയും ഇവിടെയും ഇരിക്കുന്നു. എവിടെ ഇരുന്നാലും ശരി, സ്ഥാനമാനങ്ങളിലല്ലല്ലോ പ്രതാപം കിടക്കുന്നത്, മനുഷ്യന്റെ വ്യക്തിത്വത്തിലാണ്. അങ്ങനെയെങ്കിൽ ഇരിക്കുന്ന വയസ്സന്മാരായാലും അവിടെ ഇരിക്കുന്നവരായാലും ഓർക്കണം, നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോ സ്വന്തമായി തീരുമാനമെടുക്കല്ലേ. ഈ പാവന്മാരോട് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ എടാപ്പയുടെ വീട്ടിൽ നിന്നൊരു കല്യാണമാണ്. എന്റെ പിതാവ് വിളിച്ചു, ഒന്നും ഞാൻ അറ്റൻഡ് ചെയ്തില്ല. സംസാരിക്കുന്ന സമയത്ത് ഉപ്പയാണെന്ന് തോന്നിയപ്പോ ഞാൻ ഫോൺ ചെയ്തത് ഞാനൊരു പ്രസംഗത്തിലാണ് എന്നുള്ള മറുപടി പറയാൻ വേണ്ടി മാത്രമാണ്. മറ്റാരുടെ ഫോണും ഞാൻ എടുത്തില്ല. എന്റെ ഫോൺ നോക്കിയപ്പോ ഉപ്പ എന്ന് കണ്ടപ്പോ എന്റെ ഉപ്പ എനിക്ക് ജീവനാണ്. അതുകൊണ്ട് ഞാൻ ഫോൺ ചെയ്തു. എന്റെ പ്രസംഗം കേട്ടപ്പോൾ ഉപ്പ ഓഫ്
ഓഫ് ചെയ്തു, അവനേതോ പ്രസംഗത്തിലാണ് എന്ന്. ഇങ്ങനെ പിതാക്കന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് പറ്റണം. എത്ര തിരക്ക് പിടിച്ച ലോകത്തിലാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് നൊമ്പരപ്പെടാൻ പാടില്ല. നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനോട് ചോദിക്കാതെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. കുടുംബ സംവിധാനത്തിലെ കുടുംബനാഥനായി ഉണ്ടാകേണ്ടത് പ്രിയപ്പെട്ട പിതാവാണ്. ചുക്കിച്ചുളിക്കിട്ട് വീട്ടിന്റെ മുറ്റത്തിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രതാപികളാകാം, കേരളത്തിൽ അറിയപ്പെടുന്ന ആളുകളാകാം, ചിലപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആളുകളാകാം. അതൊന്നും കുടുംബ സംവിധാനത്തിലെ മാനദണ്ഡങ്ങളല്ല. കുടുംബത്തിൽ ആരാണ് വലിയത് എന്ന് ചോദിച്ചാൽ പിതാവാണ്. ആ പിതാവിന്റെ മുമ്പിൽ ഒരു മകൻ എത്ര വലിയ പ്രസിഡന്റ് ആയാലും എത്ര വലിയ പ്രധാനമന്ത്രി ആയാലും ശരി, പിതാവ് തന്നെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം കുടുംബത്തിൽ നടക്കുമ്പോൾ തീരുമാനിക്കാൻ വേണ്ടി ചുണ്ടുകൾ വിളപ്പിക്കുന്നതിന് മുമ്പേ പിതാവിനോട് വന്ന് ചോദിക്കണം, ഉപ്പ ഇങ്ങനെ തീരുമാനിക്കണമെന്നുണ്ട്, നിങ്ങൾക്ക് സമ്മതമല്ലേ എന്ന്. കൊട്ടോടി തന്തയായിരിക്കുന്ന പ്രിയപ്പെട്ട പിതാവ് നമ്മളോട് അറിയാണ്ട് തലയാട്ടം ആയിക്കോട്ടെ മോനെ എന്ന്. ഇതാണ് ഒരു പിതാവിന് കൊടുക്കേണ്ടുന്ന അംഗീകാരം, ഒരു പിതാവിന് നമ്മൾ കൊടുക്കേണ്ടുന്ന മാന്യത. അതാണ്. അങ്ങനെ മാതാവും പിതാവും കഴിഞ്ഞാൽ ആ വീട്ടിലെ ഏറ്റവും പ്രധാനി ആരെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുട്ടികളുടെ ഉമ്മ എന്നറിയപ്പെടുന്ന നമ്മുടെ മരുമക്കളാണ്. പാവം പിഞ്ചു കുഞ്ഞുങ്ങൾ ഒരുപാട് കണ്ട് വളർന്നു നിൽക്കുകയാണ്. അല്ലാമ ഇക്ബാലിന്റെ ഒരു കവിതയുണ്ട്, പലയിടത്തും നമ്മളിത് പറയാറുണ്ട്. അല്ലാമ ഇക്ബാൽ മരുമക്കളായ ആളുകളെ ചൂണ്ടിക്കൊണ്ട് ഭർത്താക്കന്മാരായ ഞങ്ങളെ പോലെയുള്ള ആളുകളോട് പറയുന്ന അതിസുന്ദരമായ ഒരു കാവ്യമുണ്ട്. 3-4 വരികളെ ഉള്ളൂ, പക്ഷെ എത്ര മനോഹരം. രവീന്ദ്രനാഥ ടാഗോർ പറയുന്നുണ്ട്, ഇത്ര മനോഹരമായി 3 വരികളെ കൊണ്ട് ഭാര്യമാരെ ചിത്രീകരിച്ച ഒരു കാവ്യവും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇക്ബാലിനെ ആദരിച്ചുകൊണ്ട് ടാഗോർ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. ഇക്ബാൽ എഴുതിയിട്ടുള്ള കവിതയുടെ മലയാളം പറയാം. അദ്ദേഹം പറയുന്നത്, അമ്മിയിൽ അരച്ചരച്ച് കൈകൾ കുഴയാത്തവന് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തല്ലേ. അമ്മിയിൽ അരയുന്നത് പാവം അവളാണ് അമ്മയിൽ അറിയുന്നത്. അടുപ്പിലൂതി കണ്ണുകൾ നിറയാത്തതിന് നിങ്ങൾ അവരെ വിമർശിക്കല്ലേ. അടുപ്പിലെ വിറകായി എറിയുന്നത് പാവം അവളാണ്. ഇരുട്ടത്തിൽ തിരി വെളിച്ചം തന്നില്ലെന്നോതി നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തല്ലേ. ചിതയിലഗ്നി പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ നിന്ന് കത്തിയാടുന്നത് പാവം അവളാണ് എന്ന് അല്ലാമ ഇക്ബാൽ നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ മലയാളത്തിന്റെ പ്രിയ കവി അത് അതിമനോഹരമായിട്ട് ട്രാൻസ്ലേഷൻ നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. ഭാര്യമാരെന്ന് പറഞ്ഞാൽ പാവങ്ങളാണ്. അവരെ നമുക്ക് ആദരിക്കാൻ പറ്റണം, സ്നേഹിക്കാൻ പറ്റണം. പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും അവരെ മക്കളെ പോലെ കാണണം. മരുമക്കൾ തിരിച്ചും ഉമ്മയെയും ഉപ്പയെയും ഇതേപോലെ കാണാൻ അനിവാര്യമാണ്. പിന്നെ ഒന്ന് ഭർത്താക്കന്മാരാണ്, അവർ വീടിന്റെ നെടുന്തൂണാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓരോരുത്തരെ പറ്റി പറഞ്ഞു പോവുകയാണ്. സമയത്തിന്റെ പരിമിതി കാരണം നിങ്ങൾ കുറച്ച് വൈകിയാണ് തുടങ്ങിയത് എന്ന കാരണത്താൽ എന്നാലും വേണ്ടിയില്ല കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെന്നറിയപ്പെടുന്നത് യൂത്ത് വിങ് ഉണ്ടല്ലോ, യുവാക്കളായ ഈ പ്രിയപ്പെട്ട പിതാക്കന്മാരുടെ മക്കള് അവരാണ് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നവർ. അവർക്കെല്ലാവർക്കും നമുക്ക് പല ആളുകൾക്കും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകാം. വാട്സപ്പിൽ ഏറ്റവും നന്നായി വരുന്ന മെസ്സേജ് എന്ന് ചോദിച്ചാൽ ഉമ്മയെ പറ്റിയിട്ടുള്ള മെസ്സേജാണ് എന്റെ ഗ്രൂപ്പിലേക്ക് കാര്യമായി വരാറുള്ളത്. ഉപ്പയെ പറ്റിയിട്ടുള്ള മെസ്സേജാണ്. കാരണം യുവാക്കൾക്ക് ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ആവേശമാണ്. അതുകൊണ്ട് യുവാക്കളായ ആളുകൾ ഇന്ന് ജീവിതത്തിൽ ഏറ്റവും നല്ല അവസ്ഥയിൽ കഴിയണമെന്ന് മോഹിക്കുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തല്ലേ. ചിലപ്പോ അവർക്ക് സാമ്പത്തിക കുറവുണ്ടാകാം, ചിലപ്പോൾ ബിസിനസ് ഡല്ലായിരിക്കാം. ഏത് സമയത്തും സ്നേഹം മുന്നോട്ട് വെക്കാൻ നമുക്ക് പറ്റണം. ഒപ്പമാര് മക്കളെ സ്നേഹിക്കേണ്ടത് പണത്തിന്റെ പേരിലല്ല. ഭാര്യമാര് ഭർത്താവിനെ സ്നേഹിക്കേണ്ടത് അവരുടെ യശസ്സിന്റെയും പണത്തിന്റെയും പേരിലല്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഭർത്താവ് എന്നറിയപ്പെടുന്ന ഗൾഫിലോ നാട്ടിലോ കഴിയുന്ന ആളുകൾ എത്ര ത്യാഗം സഹിച്ചിട്ടാണ് നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കണം. സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹൃദയത്തിന്റെ പ്രോസസ്സിംഗ്. ലോകത്തിലെ ഏത് ഭാഷയിലും സ്നേഹം എന്ന് പറയാൻ നാവളം എന്തെടുക്കണം? നാവളം. പ്രണയം, പ്രേമം, സ്നേഹം, ലവ്, പ്യാർ, ഇഷ്ക്, ജുദ്വ, ഇങ്ങനെ ഭാഷയിൽ പറഞ്ഞാൽ ഒക്കെ നാവുണ്ടാവില്ല. പക്ഷെ അല്ലാഹു ഖുർആനിൽ ഉപയോഗിച്ചത് ഹുബ്ബ് എന്നാണ്. ഹുബ്ബ് എന്ന് പറയാൻ നാവളത്തിന്റെ ആവശ്യമില്ല. ഹാ വരുന്നത് ഇവിടുന്നാണ്, വാ അവസാനിക്കുന്നത് ഇവിടെ. നമ്മളൊരിക്കലും സൗദി അറേബ്യയിൽ നിന്ന് ഹറമിന്റെ പരിമിതിയിൽപ്പെട്ടിട്ടുള്ള പള്ളിയിലെ ഇമാമ് കേരളത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം എന്നോട് കുറച്ച്, ഞാൻ മലയാളത്തിൽ എന്തൊക്കെയോ പ്രസംഗിക്കണമെന്ന് ആ സാധുവിന് മനസ്സിലായിട്ടില്ല. അവിടെ എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങൾ ഹുബ്ബ് എന്ന് പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, അതെന്തായിരുന്നു? അപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞു. പിന്നെ അദ്ദേഹം എന്നെ വിളിക്കാറുള്ളത് യാ ഹുബ്ബ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഏതായിരുന്നാലും പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് A+ കിട്ടിയതിന്റെ പേരിൽ മാത്രം മക്കളെ നിങ്ങൾ സ്നേഹിക്കരുത്. A+ കിട്ടിയതിന്റെ പേരിൽ മാത്രം അവരെ നിങ്ങൾ അനുമോദിക്കരുത്.
നിങ്ങളുടെ മക്കളിൽ ഒരാൾ നല്ല സമ്പന്നനാണ് എന്നതുകൊണ്ട് ആ മകനോട് മാത്രം പ്രത്യേക സ്നേഹം തോന്നരുത്. പ്രിയപ്പെട്ട അമ്മായിമ്മമാരെ ചിന്തിക്കണം, പ്രിയപ്പെട്ട അമ്മോശന്മാരെ ചിന്തിക്കണം, പ്രിയപ്പെട്ട ഭാര്യമാരെ ചിന്തിക്കണം. പൈസ ഉണ്ടാകുമ്പോൾ സ്നേഹിക്കുന്നതിന്റെ പേരല്ല സ്നേഹം. അതേപോലെ തന്നെ പൈസ ഇല്ലാത്തപ്പോൾ സ്നേഹിക്കുന്നതിന്റെ പേരാണ് സ്നേഹം. സൈക്കോളജിയിൽ അതിന് പറയുന്ന പേര് കണ്ടീഷൻഡ് ലവ് ആൻഡ് പ്യൂർ ലവ് എന്നാണ്. കണ്ടീഷൻഡ് ലവ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള സ്നേഹം. കണ്ടീഷൻഡ് ലവ് എന്ന് പറഞ്ഞാൽ കണ്ടീഷന്റെ മുമ്പിൽ ഭാര്യയ്ക്ക് ഭംഗി ഉണ്ടാകുന്ന സ്നേഹം, ഭർത്താവിന് സമ്പത്ത് ഉണ്ടാകുന്ന സ്നേഹം, അതേപോലെ തന്നെ നല്ല പൈസ ഉണ്ടാകുന്ന സ്നേഹം, ഇതിന്റെ പേരാണ് കണ്ടീഷൻഡ് ലവ്. എന്നാൽ അൺകണ്ടീഷൻഡ് ലവ് അഥവാ പ്യൂർ ലവ് എന്ന് പറഞ്ഞാൽ ഒന്നും മുമ്പിൽ വെക്കാതെ സ്നേഹിക്കലാണ്. ഉദാഹരണം പറഞ്ഞാൽ സ്വന്തം പിതാവ് കൊലായിൽ സിറ്റ് ഔട്ടിലിരിക്കുമ്പോ പ്രിയപ്പെട്ട മകനെ കയറി വരുമ്പോ മൂത്ത മകൻ ഗൾഫിലാണ്, ഇളയ മകനും ഗൾഫിലാണ്, നടുത്ത മകന് വിജയം കിട്ടിയിട്ടില്ല, അവന് ജോലിയുമില്ല, 5 നയാ പൈസ കയ്യിലില്ലാതെ വരുമ്പോ പിതാവ് എഴുന്നേറ്റ് നിന്നിട്ട് പറയാറുണ്ട്, എടാ നിന്നെ കൊണ്ട് വല്ല കാര്യമുണ്ട് അവിടെ, നിന്റെ 4 വയസ്സിന് താഴെ അനിയന് അവൻ കണ്ടില്ല ഒരുപാട് പൈസ കൊണ്ടുവരാറുണ്ട് എന്നൊക്കെ പറയുമ്പോ ആ പിതാവ് ചെയ്യുന്നത് കണ്ടീഷൻഡ് ലവ് ആണ്. എന്താ കണ്ടീഷൻഡ് ലവ്? ആ 2 മക്കളും പൈസ അയക്കുന്നു എന്നതാണ് ഇയാളുടെ മാനദണ്ഡം. അതുകൊണ്ടാണ് ഇവനോട് സ്നേഹക്കുറവ്. അവനകത്തേക്ക് കയറി ദേഷ്യത്തോടെ ഈർഷ്യത്തോടെ പ്രിയപ്പെട്ട മാതാവിനോട് ഭക്ഷണം ചോദിച്ചു. മാതാവ് അത് വിളമ്പി കൊടുത്തു. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആരോ തന്റെ തലയിൽ തൊട്ട പോലെ തിരിഞ്ഞു നോക്കുമ്പോ മാതാവാണ്. മാതാവ് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്കുണ്ട്, സാരല്ലടാ എന്റെ കുട്ടിക്കും വരോടാ നല്ല ഒരു കാലമെന്ന്, സാരല്ലടാ എന്റെ മോനും വരോടാ നല്ല ഒരു കാലമെന്ന് പറയുന്ന മാതാവേ, നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. നിങ്ങളാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് പ്രതാപമില്ലെങ്കിലും, നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസമില്ലെങ്കിലും, നമ്മുടെ മക്കളുടെ കയ്യിൽ ഒരിക്കലും സമ്പത്തില്ലെങ്കിൽ പോലും സ്നേഹം കൈവിട്ടു പോകരുത്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, മവദ്ദത്തും വറഹ്മ എന്ന്. അവിടെ സ്നേഹം മാത്രം പോരാ, കാരുണ്യം ഉണ്ടാകണമെന്ന്. സ്നേഹം മാത്രം ചർച്ച ചെയ്താൽ നടക്കില്ല. നമ്മൾ പരസ്പര സ്നേഹം, ചിലപ്പോൾ നമുക്ക് പൂവിനെ വലിയ സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ ആ പൂവ് കരിഞ്ഞു പോയാൽ അതിനോട് ഇഷ്ടമില്ല. ഈ കരിഞ്ഞു പോകുമ്പോഴും ഇഷ്ടം തോന്നുന്നവനാരോ അവനാണ് യഥാർത്ഥ സ്നേഹിതൻ, അഥവാ യഥാർത്ഥ സ്നേഹിക്കുന്നവൻ അവനാണ് എന്ന് തിരിച്ചറിയാൻ പറ്റണം. അവിടെ ഒരു മാതാവ് യശസ്സായി നിൽക്കുമ്പോൾ സ്നേഹിച്ചാൽ പോരാ, ഒരു ഭർത്താവ് നല്ല രീതിയിൽ നിൽക്കുമ്പോൾ സ്നേഹിച്ചാൽ പോരാ. യഥാക്കാത്ത് ബാധിച്ച് ഗൾഫിൽ നിന്ന് ഇറങ്ങുമ്പോ, ഗൾഫിൽ നിന്ന് വന്നിട്ട് നമ്മുടെ വീട്ടിൽ മുറ്റത്തിരിക്കുമ്പോ ആ ഭർത്താവിനോട് സന്തോഷത്തോടെ കാര്യം പറയാൻ പറ്റുന്ന ഭാര്യയാകണം. ഇതുവരെ 5000 10,000 മാസാമാസം അയച്ചിരുന്ന ഭർത്താവിന് ഇനി 500 രൂപ പോലും കൊണ്ടുവരാൻ കഴിയില്ല എന്ന് തോന്നുമ്പോ ആ ഭർത്താവിന്റെ തലയിൽ തടവിക്കൊണ്ട് പറയാൻ പറ്റണം, എന്ത് സാരില്ലാന്നും നിങ്ങൾ സങ്കടപ്പെടണ്ട, നമുക്ക് ഇനിയുള്ള കഞ്ഞിയെ കുടിച്ച് കഴിയാം, നമ്മൾ കുറെ കാലം അധ്വാനിച്ചില്ലേ, നല്ല സുഖത്തിൽ നമ്മൾ ജീവിച്ചില്ലേ എന്ന് ആശ്വാസവാക്കുകൾ പറയുന്നവരാണ് യഥാർത്ഥ ഭാര്യ എന്ന് പറഞ്ഞാൽ. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ അവസ്ഥയിൽ ഭാര്യമാർ അങ്ങനെയല്ല. പൈസന്റെ കുറയുമ്പോഴത്തിന് കിടന്നിട്ട് ഇങ്ങനെ തിളക്കും. എൻ്റെ കുടുംബത്തിലൊരാളുണ്ട്, ഏകദേശം 63ഓളം വയസ്സായി. എന്നിട്ട് ഭാര്യ എപ്പോഴും പറഞ്ഞ കുറച്ചും കൂടി ആളെ നിന്നോട്ടെ, കുറച്ചും കൂടി ബേജാറായി. ഞാൻ ഇടക്കിടക്ക് ഗൾഫിൽ പരിപാടിക്ക് പോകുന്ന ഒരാളാണ്. 2 മാസത്തിൽ ഒരിക്കലെങ്കിലും പോകും. പോകുന്ന സമയത്ത് കുടുംബത്തൊക്കെ പോയി കാണും. ഇടക്കിടക്ക് ഇയാളെ പോകലുണ്ട്. മൂപ്പര് സങ്കടത്തോട് കൂടിയിട്ട് പറയുന്ന ഒരു വാക്കാണ്, എന്താ ചെയ്യുക, പെണ്ണുങ്ങളാണ് ചെല്ലാനായിട്ടില്ല, ഭാര്യ ചെല്ലാനായിട്ടില്ല, എല്ലാവർക്കും പൈസ മതി. സ്നേഹത്തിൻ്റെ മാനദണ്ഡം പൈസയാണ്. കൊണ്ടുപോകാൻ പറ്റുമോ നമുക്ക്? ലോകം മുഴുവനും ഭരിച്ചിട്ടുള്ള ചക്രവർത്തിയുടെ അവസ്ഥ പറഞ്ഞുകൊണ്ട് ഔറംഗസീബ് എഴുതിയിട്ടുള്ള ഒരു കാവ്യമുണ്ട്. ഔറംഗസീബ് ഒരു കവി കൂടിയായി. അദ്ദേഹം പറയുന്നു, ജീവിതം എന്നെ കൊണ്ടുവന്നു, ഞാൻ വന്നു. ജീവിതം എന്നെ കൊണ്ടുവന്നു, എന്നിതാ വിധി കൊണ്ടുപോവുകയും ചെയ്യുന്നു. സന്തോഷത്തോടെ ഞാൻ ഇവിടെ വന്നിട്ടില്ല. സന്തോഷത്തോടെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുമില്ല. ജീവിതാന്ത്യം വരെ ജീവിച്ചാലും, ഒരായുസ് മുഴുവനും ദീർഘിച്ച് ജീവിച്ചാലും
അഥവാ ജീവിച്ചിരിക്കുന്നതിന്റെ അന്ത്യം വന്ന് മരണം എടുക്കുമ്പോൾ അറിയാതെ മനസ്സിൽ പറഞ്ഞു പോകും, എവിടെ എത്ര കാലമാണ് ഇവിടെ നിന്നത്, ഇപ്പോഴാണല്ലോ വന്നത്, ഇപ്പൊ തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നുവല്ലോ എന്ന് ഓരോ ആളുകളും വിളിച്ചു പറയുന്നതായി ഔറംഗസീബ് ചക്രവർത്തി എഴുതി വെച്ചിട്ടുണ്ട്. ഈ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെ നിമിഷ നേരം കൊണ്ട് ജീവിക്കുന്ന സമയത്ത് പണമില്ലെങ്കിലും പ്രതാപമില്ലെങ്കിലും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ വീട്ടിലെ കുട്ടികളെ മതമൂല്യത്തോടെ മൗലിക മൂല്യത്തോടെ ജീവിപ്പിക്കാൻ നമുക്ക് പറ്റണം. ഇനിയുള്ള കാര്യം കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കേൾക്കും. പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, പ്രിയപ്പെട്ട മാതാപിതാക്കളോട് മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. മക്കളെ വളർത്തണമെങ്കിൽ ആദ്യം നമുക്ക് വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടാവണം. വിശാലമായ കാഴ്ചപ്പാട്. അപ്പൊ അത് ഈ പേരക്കുട്ടികളുള്ള ആൾക്കാർക്ക് മക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കും. പേരക്കുട്ടികളോട് അങ്ങനെ തന്നെയല്ല, മിഠായി കൊടുക്കലും അടിക്കാൻ സമയക്കൂല. അവിടെ ചിലപ്പോൾ മക്കൾ അടിച്ചിട്ടുണ്ടാവും, പേരക്കുട്ടികൾ അടിക്കാൻ സമയക്കൂല. അടിക്കാതെ വളർത്താൻ പറ്റാൻ അതാണ് വളർത്തൽ. എനിക്ക് നല്ല ആത്മധൈര്യത്തോടു കൂടി പറയാൻ പറ്റും. ഞാൻ സൈക്കോളജി പഠിച്ചിട്ടൊന്നുമില്ല, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ദേഷ്യത്തോട്. എൻ്റെ മൂത്ത മോനെ 14 വയസ്സായി, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇതുവരെ ഒരൊറ്റ അടിയും അടിച്ചിട്ടില്ല. ഞാൻ ദുബായിക്കാരനൊന്നുമല്ല കേട്ടോ, ഞാൻ വീട്ടിലുള്ള ആളല്ല. ഒറ്റ അടിയും അടിച്ചിട്ടില്ല. ഈ 14 വയസ്സ് വരെ അടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ലേ? എന്താ തോന്നുന്നത്? എത്രയോ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാതെ ജീവിക്കാൻ പറ്റണം. അടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ അടി എങ്ങനെ കുട്ടപ്പം വലിയൊരു ഗുളികയൊക്കെ എഴുതിയമാതിരി ദിവസേന 3 നേരം അടിയാണ്. ആ കാരണത്താൽ കുറേ വീട്ടിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ എന്നും പ്രശ്നമാണ്. ഭർത്താവിനോടുള്ള അങ്ങനെയൊക്കെ മലപ്പുറം ഭാഷ പറയാൻ പറ്റും. ആ ദേഷ്യം തീർക്കാൻ വരെ കുട്ടിനോടാണ്. കാരണം കുട്ടിനടിച്ചാൽ മൂപ്പര് വേദനയ്ക്കൊന്നും അറിയാം. അതാണ് അവിടുത്തെ ട്രിക്കുന്നത്. മൂപ്പരടിക്കാൻ പറ്റാൻ മൂപ്പരടിച്ച വിവരം അറിയുന്നുള്ളത് കൊണ്ട് എന്താവും, മൂപ്പരടിക്കണതിന് പകരം കുട്ടിനടിക്കാൻ മൂത്തന്മാരുണ്ട്. ആ കുട്ടിക്ക് അറിയില്ല പഠിച്ചാൽ മറ്റേ ചെണ്ട പണ്ട് പറഞ്ഞ മാതിരി ഇല്ല, ചെണ്ട പറഞ്ഞല്ലോ പണ്ട് തല്ലുകൊള്ളാൻ ഞാനും കാശ് വാങ്ങാൻ മാരാരും. ചെണ്ടക്കൻ അറിയില്ല ഞാൻ എന്തിനാ ഈ തല്ലുകൊള്ളു. ഇതേപോലെ കുറെ ചെണ്ടകളായ മക്കൾ അടി കിട്ടി കിട്ടി കിട്ടി. പ്രിയപ്പെട്ട ഉമ്മമാരെ ഒരു കാര്യം പറയാൻ കേട്ടോ, മക്കളെ കുറേ അടിച്ചാൽ അവർ പിന്നെ അടിക്കാൻ വേണ്ടി കയ്യാട്ടിലെ എങ്ങനെ സ്കൂൾ മദ്രസയിലൊക്കെ അധ്യാപകരോട് ചോദിച്ചെങ്കിൽ കുറെ അധ്യാപകർ കൂട്ടത്തിലുണ്ടാവും. അത് ഇങ്ങനെ മുഖം കണ്ട കയ്യാട്ടില്ല, ഇങ്ങനെ എത്ര അടിച്ചോളി എന്നുള്ള മക്കൾ എന്നും അടി കിട്ടിയൊരു കയ്യാട്ടിൽ എങ്ങനെയാണ്. നേരെ മറിച്ച് അടി കിട്ടി ശീലമില്ലാത്ത ആളുകൾ കണ്ണുകൾ നിറയാൻ തുടങ്ങും, കൈകൾ വറക്കാൻ തുടങ്ങും. അടിയുണ്ട്, പക്ഷേ അടിച്ചു തീർക്കരുത്. അടിയുണ്ട്, പക്ഷെ അതെന്താക്കരുത്, അടിച്ചു തീർക്കരുത്. നമ്മളെടുത്തുന്ന എല്ലാ സ്റ്റോക്കൊക്കെ പോയിക്കണം. സ്റ്റോക്ക് തീർന്ന് അടിച്ചടിച്ചിട്ട് അവസാനം എന്തായി, കുട്ടിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അടിയെന്നൊക്കെ പറഞ്ഞത്ര കൊടുക്കുന്നു. പക്ഷെ നമ്മൾ നോക്കുമ്പോഴേക്ക് കുട്ടി പേടിക്കണം. അത് പേടിപ്പിച്ചിട്ടല്ല, ശൗര്യത്തിന്റെ ഭാഷയുണ്ടാകും. ഉമ്മാർക്കും അപ്പാർക്കും കുട്ടികളോട് പറയാനുള്ള ഏറ്റവും നല്ല വാക്കെന്താണെന്നറിയും? സഹാബാക്കൾ പറഞ്ഞിരുന്നത് കൂനു മിഥിലനാണ്. ഈ ലോകത്തിൽ ഏറ്റവും ടോപ്പ് വാക്കാണ് കൂനു മിഥിലൻ. എൻ്റെ അർത്ഥം നിങ്ങൾ ഞങ്ങളുമായി ആയിക്കോളി. ഒരു വാപ്പാക്ക് പറയാൻ പറ്റുന്ന മോനെ ചൂണ്ടിയിട്ട് മോനെ ഇന്നെപ്പോലെ ആയിക്കോളി. ഒരു ഉമ്മാക്ക് പറയാൻ പറ്റണം മക്കളെ ചൂണ്ടിയിട്ട് മോനെ നിങ്ങൾ എൻ്റെ പോലെ ആയിക്കോളി. അതിന് കുറേ വിദ്യാഭ്യാസമൊന്നും വേണ്ട, വലിയ പ്രതിഭ ഒന്നും ആവണ്ട, പക്ഷെ സ്നേഹം കൊടുത്തേ പറ്റൂ. ഒരുപാട് പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ച ഒരു കഥാപാത്രമാണെങ്കിലും ഈ പാലത്തിങ്ങൽ കുടുംബത്തിലെ ഈ കുടുംബത്തിന്റെ മുമ്പിൽ വെച്ചുകൊള്ളട്ടെ. 2003-2004 മെഡിക്കൽ എൻട്രൻസിൽ 1ാം റാങ്ക് വാങ്ങിയപ്പോൾ ശ്യാംകുമാർ എന്ന് പറയുന്ന കുട്ടി പത്രങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോ, പത്രങ്ങൾ മുഴുവനും ശ്യാംകുമാറിനെ കുറിച്ചിട്ട് കഥകൾ എഴുതിയപ്പോ, അവന്റെ അമ്മ വായിൽ നടുവെച്ചു കൊടുക്കുന്ന ഫോട്ടോകൾ പത്രത്തിൽ നിരന്നപ്പോ പത്രക്കാർ അവരോട് ചോദിച്ച ചോദ്യം, ആ കുട്ടിയോട് ചോദിച്ചത്, മോനെ 1.25 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന പരീക്ഷയിൽ മെഡിക്കൽ എൻട്രൻസിൽ 1ാം റാങ്ക് അഥവാ 1ാമനായി നീ മാറുമ്പോൾ ഈ സമ്മാനം ആർക്കാണ് നീ കൊടുക്കുക എന്ന്. ഉടനെ തന്നെ അവനോട് ചോദിച്ച ഈ ചോദ്യത്തിന് അവൻ മറുപടി പറഞ്ഞത്, മോനെ ഈ സമ്മാനം നീ ആർക്ക് കൊടുക്കും, നിനക്ക് കിട്ടിയ ഈ 1ാം റാങ്ക് നീ ആർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ഒരു രീതിയിലുള്ള ചിന്തയുമില്ലാതെ ഒന്നാലോചിക്കുക പോലും ചെയ്യാതെ അവൻ പറഞ്ഞ വാക്കു എന്റെ അമ്മക്ക് എന്നാണ്. ഉടനെ തന്നെ പത്രക്കാർ ചോദിച്ചു, ഈസ് യുവർ മദർ ഡോക്ടർ, നിന്റെ അമ്മ ഡോക്ടറാണോ എന്ന്. അവൻ പറഞ്ഞു, അല്ല, വീട്ടിൽ നിന്ന് തിരിയുന്ന ഒരു പാവം സ്ത്രീയാണ് എന്റെ അമ്മ
എനിക്ക് ഫിസിക്സ് പഠിപ്പിച്ച് തന്നിട്ടില്ല, എന്റെ കെമിസ്ട്രി അവർക്കറിയില്ല, എന്റെ മാത്തമാറ്റിക്സിന്റെ ലോജിക്കും അവർക്കറിയില്ല. പക്ഷേ രാത്രി 2 മണിക്ക് എഴുന്നേറ്റിട്ട് കട്ടൻ ചായ കാച്ചിയിട്ട് എന്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് എന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന എന്റെ അമ്മക്ക് എന്റെ മുന്നേറാൻ 2 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ പഠിക്കാനിരിക്കുമ്പോ ആ പഠിക്കാനിരിക്കുന്ന അടുത്ത കട്ടൻ ചായ കൊണ്ടുവന്ന് വെച്ച് പഠിക്കാനിരിക്കുന്ന എന്റെ കൺമുമ്പിൽ കട്ടൻ ചായ കൊണ്ടുവന്ന് വെച്ച് എന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന എന്റെ അമ്മക്ക് എന്റെ മുന്നേറാൻ എന്ന് ശ്യാംകുമാർ വിളിച്ചു പറയുമ്പോ, ഈ പ്രിയപ്പെട്ട ഉമ്മമാരെ, നാളെ നമ്മുടെ മക്കൾ പറയേണ്ടത് ഈ വാക്കാണ്. പഠിക്കാനിരിക്കുന്ന സമയത്ത് അർദ്ധരാത്രിയിൽ പോലും എന്നെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് പാവം സ്വപ്നം കണ്ടുറങ്ങിയ ഒരു പ്രിയപ്പെട്ട മാതാവിനെ കുറിച്ചാണ് നാളെ നമ്മുടെ മക്കൾ പറയേണ്ടത്. അല്ലാതെ എന്നും വീറും വാശിയോടെ അടിയെല്ലാം അടിച്ചു തീർത്ത ഒരു മാതാവിനെ കുറിച്ചല്ല പറയേണ്ടത്. നാളെ പ്രഭാതങ്ങൾ കഴിഞ്ഞിട്ട് ഒരുപാട് അപ്പുറത്തേക്ക് നമ്മൾ എത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ ഈ പ്രഭാതം കഴിഞ്ഞ പ്രദോഷത്തിലേക്ക് അഥവാ മരണത്തിന്റെ വക്കിലെത്തുമ്പോ മക്കൾ ഉച്ചസ്ഥിരം പറയണം, എന്റെ പിതാവ് എന്നെ അടിച്ചിട്ടില്ല എന്ന്, എന്റെ മാതാവ് എന്നെ അടിച്ചിട്ടില്ല എന്ന്. അതിലേക്ക് വളർത്താൻ കുറച്ച് സാഹചര്യമുണ്ട്, കുറച്ച് സാധ്യതകളുണ്ട്. അതിനാദ്യം ചെയ്യേണ്ടത് അടിക്കണ്ട എന്നല്ല. 10 വയസ്സ് കഴിഞ്ഞാൽ അടിച്ചോളൂ, പക്ഷേ ആ അടിക്ക് പോലും നിങ്ങൾ ഒരു ഉത്തരവാദിയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ ഊഷ്മളമായ സ്നേഹത്തോടെയാണ് കുട്ടികൾ വളരേണ്ടത്. 2 വയസ്സുള്ള കുട്ടിയല്ല കൂടുതൽ നോക്കേണ്ടത്. ഒന്നും കൂടി ശ്രദ്ധിച്ചോ, 2 വയസ്സ് വരെ മക്കളെ നോക്കല് വലിയ കാര്യമുള്ള കാര്യമില്ല. അവരുടെ ഭക്ഷണത്തിലും മറ്റുള്ളവർ ഭയപ്പെടുത്തരുത്, പെട്ടെന്ന് ഇതാക്കരുത്, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. പക്ഷെ അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് 2 വയസ്സ് കഴിഞ്ഞ ആളുകളെയാണ്. കാരണം 2 വയസ്സ് വരെ ഒരു കാര്യവും നമുക്ക് ഓർമ്മിക്കാൻ കഴിയില്ല. ഇതായിരിക്കുന്ന ഇത്രയും ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മുടെ ഉമ്മ ചുരുങ്ങിയത് നമുക്ക് 3500 പ്രാവശ്യം മുലപ്പാൽ തന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം? 3500 പ്രാവശ്യം. 3500 കണക്ക് 2 കൊല്ലം ഖുർആനിലുള്ളത്. ഹൗലൈനി കാമിലൈനി. ഇനി 700 ദിവസം എടുത്തോളി. 700 ദിവസം × 5. ഒരു ദിവസം 5 നേരമെങ്കിലും മുലപ്പാൽ കൊടുക്കുമല്ലോ, രാത്രിയും പകലൊക്കെ ആയിട്ട്. ആ 5 × 700 എന്ന് പറഞ്ഞാൽ 3500 എന്നാണ്. അതാ ഞാൻ പറഞ്ഞ കണക്ക്. 3500 പ്രാവശ്യം മുലപ്പാൽ